വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന KPCCയുടെ ബഹുമാന്യരായ ജനറൽ സെക്രട്ടറിമാർ ശ്രീ അബ്ദുൽ മുത്തലിബ്, ശ്രീ A. ഷുക്കൂർ, വൈസ് പ്രസിഡന്റ് ശ്രീ VK സജീന്ദ്രൻ, ശ്രീ MM നസീർ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ റിജിൽ മാക്കുറ്റി, രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ജനറൽ സെക്രട്ടറി ശ്രീ PM നിയാസ്, ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന തൃശ്ശൂരിൻ്റെയും ചാലക്കുടിയുടെയും MP മാരായിട്ടുള്ള ശ്രീ TN പ്രതാപൻ, ശ്രീ ബെന്നി ബെഹനാൻ അവർകൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ, കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ജാഥയിൽ പങ്കെടുത്ത് ഇന്നത്തെ ദിവസം തൃശ്ശൂരിൽ ഈ തേക്കിൻകാട് മൈതാനത്ത് ഞങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രീ PM നിയാസിനോട് ചോദിച്ചു, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ള ജില്ല ഏതാണ്, പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നിയാസ് പറഞ്ഞത് തൃശ്ശൂരാണ് എന്നാണ്. ഈ നട്ടപ്ര ചൂടത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇവിടുത്തെ ട്രെൻഡ് TN പ്രതാപൻ അനുകൂലമാണ് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ആദ്യം തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. കാലാവസ്ഥയെ പോലും വകവയ്ക്കാതെ, ചൂട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ, ഏത് കഷ്ടപ്പാട് സഹിച്ചും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആയിരക്കണക്കിന് വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. വരുന്ന വഴിയിലൂടെയൊക്കെ ചെറു ജാഥകൾ ഇവിടേക്ക് കടന്നു വരികയാണ്. ആ ജാഥകളൊക്കെ ഇവിടെ എത്തിച്ചേരുമ്പോഴേക്കും നമ്മുടെ ആദരണീയരായിട്ടുള്ള നേതാക്കൾ, സമരാഗ്നിയുടെ നായകരായിട്ടുള്ള KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും ഇവിടെ എത്തും. അതിനു മുമ്പായി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് ശ്രീ P. ചിദംബരം അവർകളാണ്. ഈ ജാഥ തുടങ്ങിയത് മുതൽ ഇവിടെ വരെ 7 ജില്ലകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ജാഥകൾ കണ്ടിട്ടുണ്ട്, ഈ തേക്കിൻകാട് മൈതാനിയിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാളൊക്കെ അപ്പുറമാണ് സമരാഗ്നി എന്ന രാഷ്ട്രീയ ജാഥ എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. ഈ ജാഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്നുള്ള, നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമല്ല, ഈ ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കിടയിൽപ്പെട്ട് വല്ലാതെ കഷ്ടത അനുഭവിക്കുന്ന ഈ നാട്ടിലെ സകല സാധാരണക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന ജാഥയാണ് സമരാഗ്നി എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ഇതുവഴി കടന്നുപോയ മറ്റൊരു ജാഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഇതുവഴി കടന്നുപോയ ഒരു ജാഥയാണ് മുഖ്യമന്ത്രി നയിച്ച നവകേരള സദസ്സ്. ആ നവകേരള സദസ്സ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എത്തിയപ്പോൾ കേരള സംസ്ഥാനത്ത് ആർക്കും മനസ്സിലായില്ല എന്തിനു വേണ്ടിയായിരുന്നു ഈ നവകേരള സദസ്സ് എന്നുള്ളതിനെ സംബന്ധിച്ച്. വിവരാവകാശം വഴി പല ആളുകളും ചോദിച്ചു, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ ജാഥയുടെ ഗുണഫലം ആർക്കൊക്കെ കിട്ടി? അത് പറയാൻ അവർക്ക് കഴിയുന്നില്ല. ചോദ്യത്തിന് മറുപടിയില്ല. എത്ര കോടി രൂപ ചെലവാക്കി അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. ആരാണ് പണം ചെലവാക്കിയത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. അങ്ങനെ മറുപടിയില്ലാത്ത, ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത, സാധാരണക്കാരന് പ്രയോജനമില്ലാത്ത ഒരു ജാഥയുമായി പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങളും തിരുവനന്തപുരം വരെ എത്തിയതുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കണമെന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കളോട് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ ജാഥ കടന്നു വരുന്ന വഴിയിലൊക്കെ തന്നെ ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ജാഥയുടെ പൊതുസമ്മേളനങ്ങൾക്ക് അപ്പുറമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഈ 2 നേതാക്കന്മാരിരുന്നു കൊണ്ട് സാധാരണക്കാരെ കാണുകയാണ്. പൗരപ്രമുഖരെ കണ്ടുകൊണ്ട്
വലിയ ആഡംബരമായിട്ടുള്ള പ്രഭാതം, അതിന്റെ ഭക്ഷണത്തിന്റെ മെനു ഒന്നും പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല, ഒക്കെ നടത്തിപ്പോയ നവകേരള സദസ് ഒരു വശത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ 3 മണിക്കൂറോളം സാധാരണക്കാർക്കൊപ്പം നിൽക്കുകയാണ്. ആളുകൾ കടന്നു വരുന്നു. ശ്രീ കെ സുധാകരനും അതുപോലെ തന്നെ ശ്രീ വി ഡി സതീശനും പറയുന്ന ആളുകൾ മുഴുവൻ കാര്യങ്ങളും കേൾക്കുകയാണ്. ആരെയാണ് കേൾക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, വാർദ്ധക്യകാലത്ത് എന്തെങ്കിലും ഒരു സഹായമായിരുന്ന പെൻഷൻ കിട്ടിയിട്ട് 6 മാസമായി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു തുടയ്ക്കുന്ന വന്യവയോധികരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ. അതുപോലെ തന്നെ തൃശ്ശൂരേക്ക് വന്നപ്പോ കരുവന്നൂർ എന്ന് പറയുന്ന ഒരു ബാങ്കിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചിട്ട് രോഗചികിത്സയ്ക്ക് വേണ്ടി പണം കിട്ടാതെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ കടന്നു വരികയാണ് ഇവിടെ. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെയും ധൂർത്തിനെയും സ്വജനപക്ഷപാതത്തെയും പറ്റി പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ അവിടെ ഓടിക്കൂടുകയാണ്. കാട്ടാനയുടെ ആക്രമണവും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണവും മൂലം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചും കൃഷി നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ആളുകൾ ഓടിക്കൂടുകയാണ് അവിടെ. നമ്മുടെ നേതാക്കന്മാർ കേരളത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് അങ്ങേയറ്റം ക്ഷമയോടുകൂടി ഓരോ ആളുകളും പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തായതുകൊണ്ട് പരിമിതികളുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ പരിമിതികൾ മാത്രമല്ല, പക്ഷേ അതിനപ്പുറമായി നിന്നുകൊണ്ട് ആളുകളെ എങ്ങനെ സഹായിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ നേതാക്കന്മാർ ആലോചിക്കുകയാണ്. തർക്കമൊന്നും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന്റെ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രിയായി മാറുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 2ാമത്തെ തവണത്തെ വരവ് ആർക്കെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ തവണത്തെ ഭരണം അത് അവിടെ നിൽക്കട്ടെ. സ്വർണ്ണ കള്ളക്കടത്തും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോഴത്തെ 3 വർഷക്കാലത്തെ ഭരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഈ സംസ്ഥാനത്ത് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നവകേരള സദസ്സുമായി മുന്നോട്ട് പോയപ്പോ പാവങ്ങൾ കരുതി ഒരു മുഖ്യമന്ത്രി വരികയല്ലേ, ആ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി പരാതി കൊടുത്താൽ എന്തിനെങ്കിലും ഒക്കെ പരാതിക്ക് പരിഹാരം കാണുമെന്ന് കരുതി അവരൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ശ്രമിച്ചപ്പോൾ ഒരൊറ്റ കടലാസ് പോലും ഒന്ന് കൈകൊണ്ട് മേടിക്കാൻ കഴിയാതെ അവരെയൊക്കെ ധിക്കാരപൂർവം പറഞ്ഞു വിട്ട പിണറായി വിജയൻ. ആളുകൾ ഓരോ നിമിഷവും പറയുകയാണ്, ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒറ്റ മുഖമാണ്. മഹാനായ ഉമ്മൻചാണ്ടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്ന നമ്മുടെ എല്ലാം മനസ്സിലെന്നും ദീപ്തമായ സ്മരണകൾ ഉയർത്തി നിൽക്കുന്ന പാവങ്ങൾക്കൊപ്പം നിന്ന് പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് അദ്ദേഹം ഊണും ഉറക്കവും ഒഴിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള എത്രയോ ജനസമ്പർക്ക പരിപാടികളെ സ്മരിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ആളുകൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ വന്നതും പോയതും എന്തിനാണെന്നറിയില്ല. അവസാനം നമ്മൾ കണ്ടത് ഇവിടെ ചുറുചുറുക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ അതിനെ പ്രതിഷേധിച്ചു. എന്താ അവര് പറഞ്ഞത്? അവർ പറഞ്ഞത് സംസ്ഥാനം ഏറ്റവും അപകടകരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേറെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ല. ബാലഗോപാൽ ശ്രീ ബിന്ദു കൃഷ്ണയുടെ നാട്ടുകാരനാണ്. ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഇപ്പോൾ 3ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ 3 ബഡ്ജറ്റും അവതരിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും അടക്കമുള്ള സാധാരണക്കാർ ബഡ്ജറ്റ് ദിവസം വന്ന് എല്ലാ പണിയും മാറ്റിവെച്ച് നമ്മൾ TV കേൾക്കാനിരിക്കും. എന്താ? പാവങ്ങൾക്ക് വല്ല സൗജന്യവും കിട്ടുന്നുണ്ടോ? സാധാരണക്കാരനെ സഹായിക്കുന്ന എന്തെങ്കിലും നടപടി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെറുവിരലിനക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക്കിന്റെ വില കുറയ്ക്കുന്നുണ്ടോ? മരുന്നിന്റെ വില കുറയ്ക്കുന്നുണ്ടോ? പാവപ്പെട്ടവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്തെങ്കിലും ബഡ്ജറ്റിൽ പറയുന്നുണ്ടോ? പക്ഷെ 3 പ്രാവശ്യത്തെ ബഡ്ജറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ബാലഗോപാൽ എന്ന് പറയുന്നത് ഭൂലോക ദുരന്തമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുക. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത് മാത്രമല്ല, നമ്മുടെ ബഹുമാന്യായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം ശ്രീമതി പത്മജ വേണുഗോപാൽ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നില്ല എന്നുള്ളതല്ല, സബ്സിഡൈസ് ചെയ്ത് നമുക്ക് സപ്ലൈകോ വഴി കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് അതിന്റെ എവിടെ എത്തി നിൽക്കുകയാണ്?
648 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിരുന്ന സാധനങ്ങൾക്ക് 978 രൂപ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ സംസ്ഥാനത്തെ സാധാരണക്കാരെ കൊണ്ട് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ബാലഗോപാലനും അതുപോലെ തന്നെ പിണറായി വിജയനുമാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില കൂടിയിരിക്കാം. അരിയുടെ വില കൂടി, ചെറുപയറിന്റെ വില കൂടി, കടലയുടെ വില കൂടി, പരിപ്പിന്റെ വില കൂടി, നമുക്ക് വേണ്ട സാധനങ്ങളുടെ എല്ലാം വില കൂടിയിരിക്കുന്നു. 1 കിലോ അരിക്ക്, ജയ അരിക്ക് ചിലയിടങ്ങളിൽ 59, 60 രൂപ കൊടുക്കണം. നമ്മളൊക്കെ വീട്ടമ്മമാരാണ്. ലീലാമ്മ ടീച്ചറെ ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. 1 കിലോ അരിക്ക് എത്ര പേർക്ക് നമുക്ക് ആഹാരം കൊടുക്കാൻ പറ്റും? ഡയബറ്റിക്കും മറ്റു പ്രശ്നങ്ങളും ഒന്നുമില്ലെങ്കിൽ 1 കിലോ അരിക്ക് 4 പേർക്ക് മാത്രമേ വയറ് നിറച്ച് ഉണ്ണാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷേ ഇവിടെ എത്ര പേർക്ക് 60 രൂപ കൊടുത്തുകൊണ്ട് ഈ വിലക്കയറ്റത്തിൽ എങ്ങനെ എത്ര പേർക്ക് 1 കിലോ അരിക്ക് ആഹാരം വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ് നിറച്ച് ആഹാരം കൊടുക്കണ്ടേ? നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ, വിലക്കയറ്റം ഇങ്ങനെ വാണം വിട്ട പോലെ കുതിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരൊറ്റ അക്ഷരം പറയാൻ DYFIക്ക് കഴിയുന്നില്ല, ജനാധിപത്യ മഹിളാ അസോസിയേഷന് കഴിയുന്നില്ല, അതുപോലെ തന്നെ CPIക്കോ മറ്റു സംഘടനകൾക്കോ ഒന്നും കഴിയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിക്ക് പോലും മിണ്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി ആരോഗ്യ മേഖല മാറുകയാണ്. കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന് ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു ആശ്വാസമാക്കി മാറ്റിയ മഹാനായ ഉമ്മൻചാണ്ടി സാറിന് ഞാൻ വീണ്ടും ഇവിടെ ഓർമ്മിക്കുകയാണ്. ഇന്ന് കാരുണ്യ പദ്ധതി നമുക്കില്ല. ഉണ്ടോ? കാരുണ്യയുടെ കാർഡുമായി നമുക്ക് ചെല്ലാൻ പറ്റുമോ? ആശുപത്രികളൊന്നും ഏറ്റെടുക്കുന്നില്ല. ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാനില്ലാത്ത അവസ്ഥ, സർക്കാർ ആശുപത്രികൾ ഒന്നും കിട്ടാനില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇന്നലെ ഞാൻ കടന്നു വരുന്ന വഴിക്ക് എനിക്ക് പാലക്കാട് വെച്ചൊരു ഫോൺ വന്നു. ആലപ്പുഴ ജില്ലയിലെ ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 4ാമത്തെ സ്ത്രീയാണ്, ഒരു പെൺകുട്ടി. സ്ത്രീ എന്ന് പറയുന്നില്ല ഞാൻ, 25 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ 4 പേരാണ് മരിച്ചത്. അതെങ്ങനെയാണെന്നറിയോ? ആശുപത്രിയിൽ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് പ്രസവത്തിന് ചെന്നപ്പോ അവിടെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ പെട്ടുകൊണ്ട് മരണമടഞ്ഞതാ. ഇവിടെ സർക്കാർ ആശുപത്രിയിലേക്ക് കയറാനേ പറ്റുന്നില്ല. പാവപ്പെട്ടവന് പോകേണ്ട ആശുപത്രി ഏതാ? സർക്കാർ ആശുപത്രികളാണ്. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതാണ്. ഇവിടെ ജീവൻ രക്ഷാ മരുന്നുകൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇത് എഴുതി കൊടുത്ത് കുറിപ്പടികൾ എഴുതി പുറത്തേക്ക് അവരെ പറഞ്ഞു വിടുകയാണ്. ആരോഗ്യ മേഖല ഇത്രയും മോശമായിട്ടുള്ള ഒരു കാലഘട്ടം. ഇപ്പൊ പറയുന്നത് എന്താണ്? വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിലാണ്. ലോക രാജ്യങ്ങളിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാരടക്കം കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലെ അഭ്യാസമൊന്നും മലയാളികളുടെ മുന്നിൽ വേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓരോ ആശുപത്രിയിലും ചെന്നാല് കണ്ടില്ലേ, ഹർഷിന എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി 13 സെന്റിമീറ്റർ ഉള്ള ഒരു കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കാണിച്ചപ്പോൾ പോലും സർക്കാരിനൊന്നും ചെയ്യാനില്ല. സമരം ചെയ്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രി വീണ ജോർജ് അവിടെ ചെന്നിട്ട് പറഞ്ഞു, സർക്കാർ ഒപ്പമുണ്ട്. ഇപ്പൊ എവിടെ ചെന്നാലും, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ നമ്മൾ കേൾക്കുന്നത് എന്താ? സർക്കാർ ഒപ്പമുണ്ട്. നമുക്ക് എങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല. ബസ് സ്റ്റാൻഡിൽ ചെന്നാലും കേൾക്കും സർക്കാർ ഒപ്പമുണ്ട്. സർക്കാർ പാവങ്ങൾക്കൊപ്പമല്ല, സർക്കാർ ഉള്ളത് കോർപ്പറേറ്റുകൾക്കും വ്യവസായികൾക്കും പണക്കാർക്കും ഒപ്പമുള്ളതാണ് എന്നുള്ളതിന് 1000 തെളിവുകൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിരത്തുവാൻ തയ്യാറാണ്. ഈ സർക്കാർ സാധാരണക്കാർക്കൊപ്പമില്ല. ഈ സർക്കാർ സപ്ലൈകോയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന സാധാരണ അമ്മമാർക്കൊപ്പമില്ല. ഈ സർക്കാർ അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവർക്കൊപ്പമില്ല. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഓരോരോ മേഖലയിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. സ്നേഹിതരെ, ഇന്നത്തെ ചർച്ചകൾ എന്താണ്? 3 ദിവസമായിട്ട് രാവിലെ പത്രം എടുക്കുമ്പോൾ ഓരോരോ വാർത്തകളാണ്. ഒരു ദിവസം നമ്മൾ കണ്ടത് ഈ സപ്ലൈകോയിലെ വിലവർദ്ധവിനെ സംബന്ധിച്ച് പാവപ്പെട്ട ആളുകളുടെ അത്താണിയെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ ഈ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ പൊന്നുമോൾ, അതാരാണ്? വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊന്നുമോളെ ഏത് നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നുള്ള വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര തവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്? കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചു.
നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവും അതുപോലെ അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന, മാസപ്പടി വാങ്ങിച്ചുകൊണ്ട് കരിമണൽ കടത്തുന്നവരുമായി അവരുണ്ടാക്കിയിരിക്കുന്ന സന്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരു തവണയെങ്കിലും ചെവിക്കൊള്ളാൻ തയ്യാറായും. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? എനിക്ക് ഭയക്കാനൊന്നുമില്ല, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഏറ്റവും അവസാനം കേരള ഹൈക്കോടതിയിലും അവിടുന്ന് കർണാടക ഹൈക്കോടതിയിലും പോയി ഹർജി നൽകിക്കൊണ്ട് അന്വേഷണത്തെ മരവിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി, സംശയമൊന്നും വേണ്ട, അങ്ങയുടെ കയ്യിൽ വിലങ്ങ് വീഴുന്ന സമയം അടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, കേരളം ഭരിച്ച മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന്റെ കാലഘട്ടം, ശ്രീമാൻ എ കെ ആന്റണിയുടെ കാലഘട്ടം, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം നമ്മളുടെ മനസ്സിലേക്ക് ദീപ്തമായിട്ടുള്ള സ്മരണകളാണെങ്കിൽ, കേരളത്തെ അപമാനപ്പെടുത്തിക്കൊണ്ട് ഓരോ മലയാളിയെയും അപഹസിച്ചുകൊണ്ട് ഇന്ന് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ സംസ്ഥാനത്തെ കൊള്ളയടിച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ, ഈ സംസ്ഥാനത്തെ കൊള്ളയടിച്ച മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന്റെ കുടുംബത്തിന്റെ പേര് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മരുമകൻ, ഞാൻ ആ ബന്ധത്തെ കുറിച്ചല്ല പറയുന്നത്, എന്തെല്ലാം പ്രസംഗങ്ങളാണ് നടത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഇന്ത്യയിലാകമാനം നടന്നും കേരളത്തിൽ നടത്തിക്കൂട്ടിയിരിക്കുന്ന പ്രസംഗങ്ങൾ നമ്മൾ ഓർമ്മിക്കുകയാണ്. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട്, ധൂർത്തിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. അന്തസ്സുണ്ടെങ്കിൽ ഈ മന്ത്രി റിയാസും കേരളത്തിലെ മുഖ്യമന്ത്രിയും എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കി വിടും, തർക്കമൊന്നും വേണ്ട. നമ്മുടെ സംസ്ഥാനത്തെ ഇത്രയേറെ ധൂർത്തും കൊള്ളയും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള നട്ടലുള്ള ഒരാൾ പോലും ആ പാർട്ടിയിലില്ലല്ലോ എന്നോർത്ത് നമ്മൾ ദുഃഖിക്കുകയാണ്. എന്താണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ജോലി? അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ മുഖ്യമന്ത്രിയെ ആ വെള്ള പൂശുന്ന നിലപാടുകളാണ്. ഓരോ ആളുകളും മത്സരിച്ചു വന്ന് മുഖ്യമന്ത്രിയെ വെള്ള പൂശി മുന്നോട്ട് പോകുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ എന്തോ ഒന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്തുള്ള പഴയ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ കഥ കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ ഒരു കുടുംബം നമ്മുടെ സംസ്ഥാനത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംസ്ഥാനത്തിന് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സകല മേഖലകളിലും തൃശ്ശൂർ വരുമ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താ? ഏതെങ്കിലും മന്ത്രിയുടെ പേര് നമുക്ക് നാട്ടുകാർക്ക് അറിയാവോ? ഈ ഏതെങ്കിലും മന്ത്രി ജനകീയ പ്രശ്നങ്ങളിൽ ഇവിടെ ഇടപെടുന്നുണ്ടോ? ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ത് കാര്യമാണ് അവർ പറയുന്നത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇത്രയേറെ നശിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു എന്താണ് ചെയ്യുന്നത്? ബിന്ദു കൃഷ്ണയല്ല, ആ ബിന്ദു എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും CPM-ന്റെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖല പരീക്ഷകളെ മുഴുവൻ ഇല്ലാതെയാക്കുന്നു. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് അവർക്കൊക്കെ തന്നെ വെളുപ്പിന് എഴുന്നേറ്റ് കട്ടൻ കാപ്പി ഇട്ട് കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകുമ്പോൾ SFIക്കാർക്ക് മാർക്ക് ദാനം ചെയ്യുന്നതിന് കൂട്ടു നിൽക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നമ്മുടെ ഡിഗ്രികൾക്ക് വല്ല വിലയുണ്ടോ? എല്ലാവർക്കും PhD, എല്ലാവരും ഗവേഷകർ. CPM-ന്റെ നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ഡിഗ്രി ചോദിച്ചാൽ എല്ലാവർക്കും ഡോക്ടറേറ്റ്, എല്ലാവർക്കും ഗവേഷക ഡിഗ്രി. എവിടുന്ന് ഇത് കിട്ടുന്നത്? ഇവരൊക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ ഇന്ന് ഏറ്റവും മോശപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ഡിഗ്രികൾക്കുമൊക്കെ ഇന്റർനാഷണൽ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിലുണ്ടായിരുന്ന ആ വലിയ നല്ല പേര് ഇന്ന് കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു വിലയുമില്ലാതെയാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന. ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എന്താ ജോലി? ഈ വിദ്യാർത്ഥി സംഘടന എന്താ ചെയ്യേണ്ടത്? വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർ സ്വാഭാവികമായും ഗവൺമെന്റുമായി സംവദിക്കണം, ചർച്ച നടത്തണം. വിദ്യാർത്ഥികൾക്കും വേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പറയണം. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. അതിന് പകരം ലോകം കണ്ട ഗുണ്ടകളുടെ സംഘടനയായിട്ട് SFI മാറുമ്പോൾ അതിന് കൂടെ പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മന്ത്രി ബിന്ദു മാറിയിരിക്കുന്നു എന്നുള്ളതൊക്കെ എത്ര നാണം കെട്ട ഏർപ്പാടാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഓരോ മന്ത്രിമാരുടെ പ്രവർത്തനം നോക്കിയാൽ കൃഷി മന്ത്രി,
കൃഷിമന്ത്രിയുടെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ, ഓരോ മന്ത്രിമാരും ജനകീയ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മുടെ നേതാക്കളെ തിരിച്ചറിയാം, മന്ത്രിമാരെ തിരിച്ചറിയാം. കൃഷിമന്ത്രിക്ക് ആത്മഹത്യ നടക്കുന്നു, കർഷകരുടെ ആത്മഹത്യ കേരളമൊട്ടാകെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് അതേക്കുറിച്ച് ഒന്നും പറയാനില്ല. എത്ര കൃഷിക്കാരാണ് ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയില് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മരിച്ചത്? 3 പേരാണ്. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ കടക്കെണിയിൽപ്പെട്ടുകൊണ്ട്, അവരുടെ കാർഷിക വിളയെക്കുറിച്ച് ഓർത്തുകൊണ്ട്, ഒരു ജനതയുടെ വിശപ്പടക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന കർഷകരെ പിടിച്ചു നിർത്താൻ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് നെല്ല് സംഭരിച്ചു കൊണ്ടുപോകുന്നു, മാന്യമായിട്ടുള്ള വില നൽകുന്നില്ല, കടക്കെണിയിൽപ്പെട്ടിരിക്കുന്നു, പലിശ കൊടുത്തവർ മുടിഞ്ഞു പോകുന്നു. വല്ലാത്ത ഒരവസ്ഥ. ഇവർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഈ GR അനിൽ എന്ന് പറയുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സമർത്ഥയാണ്, ഞങ്ങൾക്കൊക്കെ അറിയാം. CPIയുടെ ഒരു വനിതാ നേതാവ്, കേരളമാകെ കാൽനടയായി നടന്നു പോയിരുന്ന ഒരു പഴയ AIYFന്റെ നേതാവാണ് ലതാദേവി. ആ ലതാദേവി MLA ആയിരുന്നു. ആ ലതാദേവി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ അക്ഷരങ്ങൾ തെളിഞ്ഞിരിക്കുന്നു, കയ്യക്ഷരം തെളിഞ്ഞു. ഭക്ഷ്യവകുപ്പിന് പണം കൊടുക്കാത്ത മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ കയ്യക്ഷരം തെളിഞ്ഞെന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാ പറയേണ്ടി വന്നത്? അപ്പൊ ആലോചിക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികൾക്ക് പോലും അവർക്ക് അവരുടെ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട് എവിടെ? ഈ സംസ്ഥാനത്ത് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്ത, കാട്ടാന ആക്രമണം, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യരെ കൊല്ലുന്നു, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. ലോകത്ത് പലയിടങ്ങളിലും അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ 1 മാസത്തിനിടയിൽ 2-3 ആളുകളെ ആന കുത്തിക്കൊല്ലുമ്പോൾ എന്താണ് ഈ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്? വന്യമൃഗങ്ങളെ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യന്റെ ആവാസ കേന്ദ്രത്തിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് ചെയ്തോ? ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം നടത്തുന്ന ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചുകൊണ്ട് വയനാട്ടിലേക്ക് എത്തിയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ ആ വലിയ ആഡംബര ബസ്സിൽ പോയ ഏതെങ്കിലും ഒരു മന്ത്രിക്കോ വയനാട് സന്ദർശിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോകുന്നില്ല? എന്തുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് വയനാട്ടിൽ പോയി ആ പാവപ്പെട്ട അജീഷിന്റെ കുടുംബത്തെയും ആ പാവപ്പെട്ട പോളിന്റെ കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല? രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടത് എന്താ? പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത് എന്താ? അവിടേക്ക് കടന്നു ചെല്ലണം, അവരുടെ വിഷമത്തില് അവർക്കൊപ്പം നിൽക്കണം. ലോകത്താകമാനം ഈ ഹ്യൂമൻ ആനിമൽ, മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള ഇത്തരം സംഘടനകൾ ഉണ്ടാകുമ്പോൾ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന പ്രതിവിധികളെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറാവണം. അത് വല്ലതും ചെയ്യുന്നുണ്ടോ? ഈ ഗവൺമെന്റിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ചെയ്യുന്നില്ല. അവർ പഠിക്കുന്നില്ല. അതിലെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കണം. നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കേണ്ടത് എന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത, സത്യത്തിൽ മന്ത്രിമാരെയൊക്കെ ആക്ഷേപിക്കുന്നതിൽ വിഷമമുണ്ട്. സത്യത്തിൽ തെക്കും വടക്കും അറിയാൻ പാടില്ലാത്ത, വകതിരിവില്ലാത്ത അതുപോലത്തെ മന്ത്രിമാരാണ് കേരളം ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്താണ് വനം മന്ത്രിയുടെ പേര്? ശശീന്ദ്രൻ. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് അഭിപ്രായമില്ല, അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ സത്യത്തിൽ ഭരിച്ച് കുട്ടിച്ചോറാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദരണീയനായിട്ടുള്ള AICCയുടെ സെക്രട്ടറി, കേരളത്തിലെ കോൺഗ്രസിന്റെ സുമുഖനായിട്ടുള്ള നേതാവ് നമ്മുടെ റോജി M. ജോൺ MLA, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP, KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാം XMLA തുടങ്ങിയ ആളുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നിരവധി വിഷയങ്ങൾക്ക് നടുവിലാണ് നമ്മളുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണുന്ന കാര്യങ്ങൾ, ഓരോ ദിവസവും തൃശ്ശൂര് വന്ന് നിന്ന് വർത്തമാനം പറയുമ്പോൾ നമുക്കൊക്കെ ഒരു അഭിമാനമുണ്ട്. ആ അഭിമാനം എന്താ? ഇവിടെ പറയുന്നത് തൃശ്ശൂരിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു, തൃശ്ശൂരിൽ എന്തോ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു,
തൃശ്ശൂരിൽ ഇവിടെ ആരൊക്കെയോ പിടിച്ചടക്കാൻ പോകുന്നു. ഒരു ചുക്കും ചെയ്യാനില്ല. TN പ്രതാപൻ ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും തൃശ്ശൂരിന്റെ MP ആകുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ചാലക്കുടിയിൽ നിന്നും ശ്രീ ബെന്നി ബെഹനാനെയും ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇവിടെ പ്രധാനമന്ത്രിക്ക് എത്ര തവണ വേണമെങ്കിലും വരാം. പ്രധാനമന്ത്രിക്ക് ഇവിടെ വരാൻ സമയമുണ്ട്. എത്ര തവണ വേണമെങ്കിലും വിളിച്ചാൽ വരും. പക്ഷേ ഈ BJP-ക്കാർക്ക് ഒന്നും ഉപദേശിക്കാൻ പാടില്ല. മണിപ്പൂരിലൊന്ന് പോകാൻ, മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നത്? എത്ര നാളായി അവിടുത്തെ സംഘടനകൾ തുടങ്ങിയിട്ട്? അവിടെ പാവപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുമ്പോൾ ഒരു ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ലേ? പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? കേന്ദ്ര ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? ഒരു തവണയെങ്കിലും അവിടെ ഒന്ന് സന്ദർശിക്കുവാൻ തയ്യാറായിട്ടുണ്ട് പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി മണിപ്പൂരിലെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ അടക്കമുള്ളവർ 10 പേരോളം ഡൽഹിയിൽ വന്ന് കാത്ത് കെട്ടി നിറന്നുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് നേരിൽ പറയുന്നതിന് വേണ്ടിയുള്ള അവസരം ചോദിച്ചുകൊണ്ട് അവിടെ കിടന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു. കാണാൻ കൂട്ടാക്കാതെ പ്രധാനമന്ത്രി ഫ്രാൻസിൽ പോയി. പ്രധാനമന്ത്രിക്ക് ഫ്രാൻസിൽ പോകാം, പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് പോകണം, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് എവിടെയും പോകാം. പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന ഇത്രയും വലിയ പ്രശ്നങ്ങൾ, അവിടെ സ്ത്രീകളുടെ മാനം കെടുത്തിക്കൊണ്ട്, കുട്ടികളുടെയും സ്ത്രീകളുടെയും തലയെടുത്ത് മതിലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട ആളുകളെ തമ്മിൽ കുരുതിക്ക് കൊടുക്കുന്നതിന് വേണ്ടി BJP നേതൃത്വം ഇതുപോലെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രി ഫ്രാൻസിൽ പോയി. പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം ഫ്രാൻസിൽ ചെന്ന് ഇറങ്ങിയ പാടെ തന്നെ അവിടെ കണ്ട വാർത്ത എന്തോ നമ്മൾ ആലോചിക്കണം. ഫ്രാൻസിലെ പാർലമെന്റ് ഒരു പ്രമേയം പാസാക്കി. എന്തായിരുന്നു ആ പാർലമെന്റിലെ പ്രമേയം? ഇന്ത്യയിലെ മണിപ്പൂരിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിലെ പാർലമെന്റിൽ പ്രമേയം പാസാക്കി. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഭിമാനമെന്ന് പണയം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരാം, കല്യാണത്തിന് വരാം. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ വാനമ്പാടിയായിട്ടുള്ള നമ്മുടെ ആലത്തൂരിന്റെ പെങ്ങളൂട്ടി രമ്യ ഹരിദാസിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ 3 MP-മാര് ഈ വേദിയിലിരിക്കുമ്പോൾ നമുക്ക് തികഞ്ഞ അഭിമാനമുണ്ട്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത് കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഈ MP-മാർ തന്നെയായിരിക്കുമെന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. പ്രധാനമന്ത്രി 1 അല്ല 10 അല്ല 100 തവണ ഇവിടെ വന്ന് പോയാലും ഞാൻ ചോദിക്കട്ടെ, സത്യം പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ അദ്ദേഹം പറയുന്നത്? ആരുടെ ഗ്യാരണ്ടിയാണ്? സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യം നടത്തിയിട്ട് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് ഒരു വശത്ത് പറയുക, പ്രധാനമന്ത്രി എന്തെങ്കിലും നടത്തിയിട്ട് അത് എന്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുക. നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന മുഖം ജവഹർലാൽ നെഹ്റുവിന്റെ മുഖമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ മുഖം കടന്നു വരുമ്പോൾ നെഹ്റുവിനെ കുറിച്ച് ഒരുപാട് പഠിച്ച് ഒരുപാട് വായിച്ച ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് കാർഷിക വിപ്ലവത്തിലൂടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ സമ്പദ്ഘടനയെ അടക്കം ഇന്ന് ഈ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടി തുടക്കം കുറിച്ച ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം. നമ്മുടെ നാട്ടിലെ പ്ലാനിംഗ് കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയെ നയിച്ച ബഹുമാന്യനായ ജവഹർലാൽ നെഹ്റുവിനെ ബഹുമാന്യനായിട്ടുള്ള രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ അജയ് തറയിലിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുൻ മന്ത്രി ശ്രീ AP അനിൽകുമാർ, ഈ ജാഥയുടെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ അനിൽകുമാറിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ വികസനങ്ങൾക്കും തുടക്കമിട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ജോലി എന്താ? ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്, അല്ലെ? നിയമജ്ഞന്മാര്, അതുപോലെ തന്നെ പത്രമാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവര്, ചരിത്രകാരന്മാരൊക്കെ തന്നെ ലോകമാസകലം രാവിലെ തുറന്നു നോക്കുന്ന മഹത് ഗ്രന്ഥമാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ നമുക്കറിയാം, മഹാത്മാഗാന്ധിയോടും ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയോടും
നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനോടുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്തിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടനയടക്കം പറയുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്, വ്യക്തികളുടെ ജീവിതത്തെ കുറിച്ചാണ്, മതേതരത്വത്തെ കുറിച്ചാണ്, ജനാധിപത്യത്തെ കുറിച്ചാണ്. എങ്കിൽ ഇന്ന് ഇതൊക്കെ തന്നെ മാറ്റിമറിക്കുകയല്ലേ ഇവിടെ? ഇന്നലെ മുതൽ നമ്മൾ പത്രത്തിൽ നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു വാർത്ത. എന്താണ് ആ വാർത്ത? എവിടെ എത്തി നിൽക്കുന്നു ഈ രാജ്യം? അക്ബർ എന്ന് പറയുന്ന സിംഹത്തെയും സീത എന്ന് പറയുന്ന പെൺസിംഹത്തെയും ഒരു കൂട്ടിൽ അടയ്ക്കരുത് എന്ന് പറയുന്ന, ജാതി കൊണ്ടുവരുന്ന, അതുപോലെ വൃത്തികെട്ട ജാതി രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ള ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഈ നാട്ടിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. എത്രത്തോളം പോയിരിക്കുന്നു ഈ രാജ്യം? ജവഹർലാൽ നെഹ്റു സ്വപ്നം കണ്ട ഇന്ത്യയിൽ എങ്ങനെയാണോ ഇവിടെ എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും എല്ലാ ജാതിയും ഉപജാതികളും അവരുടെ വിശ്വാസങ്ങളും പരസ്പരം ബഹുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ജവഹർലാൽ നെഹ്റുവിന് ജാതിയിലും മതത്തിലും വിശ്വാസമുണ്ടായിരുന്നോ, ദൈവവിശ്വാസിയായിരുന്നോ എന്നുള്ളതല്ല ചോദ്യം. അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുമായി നടത്തിയിട്ടുള്ള നിരവധി സംവാദങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 0.1%, 0.1% മാത്രം ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ പോലും ബഹുമാനിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് നമ്മളെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയണം. ഇന്ന് നടക്കുന്നത് എന്തൊക്കെയാ? ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ നാട്ടിലെ ആളുകളെ മുഴുവൻ പല കമ്പാർട്ട്മെന്റുകളിലാക്കി തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു. ഈ പാർലമെന്റിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മളൊക്കെ TV-യിലൂടെ കേട്ടതാണ്. ഇത്ര മോശമായിട്ട് ഒരു പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കാൻ കഴിയുമോ? ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട്, രാഷ്ട്രപിതാവിനെ പോലും തമസ്കരിച്ചുകൊണ്ട്, ജവഹർലാൽ നെഹ്റുവിനെ പോലും മറന്നുകൊണ്ട്, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ച നരേന്ദ്രമോദി നിങ്ങളോട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പരമപുച്ഛമാണ് എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തിന്റെ ചരിത്രം മാറ്റി എഴുതാൻ പറ്റൂ? നാളെ എന്ത് സംഭവിക്കണം, നാളെ എങ്ങനെ വേണം എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇന്നലെയെ കുറിച്ച് നമുക്ക് മാറ്റി എഴുതാൻ കഴിയുമോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിറന്നു വീണ മഹത്തായ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ രാജ്യത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ഈ രാജ്യത്ത് കാണുന്ന സകലമാന വികസനത്തിന്റെയും ഉത്തരവാദികളായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാൻ പറ്റൂ? ഞാൻ ഇവിടെ ഇരിക്കുന്ന MP-മാരെ എല്ലാം കാണുമ്പോൾ അഭിമാനമാണ് എനിക്ക്. കാരണം അവർ പോയിട്ട് ആലപ്പുഴയിൽ നിന്ന് ഒരു തരി കനൽത്തരി പോയതുപോലെയല്ല, അവിടെ പോയി 6-7 തവണ പാർലമെന്റിൽ മോദിക്ക് അവരുടെ മുന്നിൽ, മോദിയുടെയും ഗവൺമെന്റിന്റെയും മുന്നിൽ ശക്തമായി പ്രതിഷേധിച്ച് ഫാസിസത്തിനെതിരായി ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട് നിരവധി തവണ സസ്പെൻഷൻ വാങ്ങിച്ച ആളുകളാണ് ഈ വേദിയിലിരിക്കുന്ന MP-മാർ. ശ്രീ ബെന്നി ബെഹനാനെയും ശ്രീ TN പ്രതാപനെയും ശ്രീ കുമാരി രമ്യയെയും അതുപോലെ ശ്രീമതി ജബി മേത്തർ MP-യെയും നിരവധി തവണ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരും മറ്റെന്തെങ്കിലും കുറ്റം ചെയ്തത് കൊണ്ടല്ല, മറിച്ച് ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിന്, ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിന്, ഈ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിന്, ഈ രാജ്യത്തെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണമെന്ന് പറഞ്ഞതിന് അവരെ പുറന്തള്ളിയെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടി അവരെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ഗവൺമെന്റ് ഇത്രയും കാലം ഭരിച്ചല്ലോ, ഈ 10 കൊല്ലം കൊണ്ട് അവരുടെ കയ്യൊപ്പുള്ള ഏതെങ്കിലും ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ നാട്ടില്? തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ BJP-യുടെ പേരാരെങ്കിലും കൂട്ടിച്ചേർക്കോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ്. ശ്രീമതി സോണിയാഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ധനകാര്യ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെയും സോണിയാഗാന്ധിയുടെയും മനസ്സിലുണ്ടായ ആശയമാണ് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു വർഷത്തിൽ 100 ദിവസം തൊഴിൽ നൽകുന്ന പദ്ധതിക്ക് രൂപം കൊടുത്തുവെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ ഇന്ന പദ്ധതി കൊണ്ടുവന്നു, ഈ നാട്ടിലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നു? ഒരൊറ്റ പദ്ധതിയില്ല. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ആരോഗ്യ മിഷൻ പരിപാടി, അതിന് രൂപം കൊടുത്തതാരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്.
ഈ കാണുന്ന നേട്ടങ്ങൾക്ക് പിന്നിലെല്ലാം ഉള്ളത് കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണെങ്കിൽ ഒരു തവണ പോലും എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞാൽ എന്താണ്? നോട്ട് നിരോധനമാണ്. നോട്ട് നിരോധനം ആര് കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്ന ആളുകളും അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളും റിസർവ് ബാങ്കിന്റെ ഗവർണർ അടക്കം പറയുന്നു, രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കിയിരിക്കുന്ന ആ നോട്ട് നിരോധനം അടക്കമുള്ള തുഗ്ലക് പരിഷ്കാരങ്ങൾ മാത്രമാണ് BJP ഗവൺമെന്റ് ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാമ്പത്തിക നില മുഴുവൻ അപകടത്തിലേക്ക് പോകുന്നു. നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയെ ഇല്ലാതെയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയെ മുഴുവനായിട്ട് പരിപൂർണമായിട്ടും നശിച്ചു പോയിട്ടില്ലേ? എന്തിനാ കർഷകർ സമരം ചെയ്യുന്നത്? പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ എന്തിനാണ് സമരം ചെയ്യുന്നത്? അവർ ആദ്യത്തെ സമരമല്ല, നിരവധി തവണ സമരം ചെയ്തു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല, അതിനകത്ത് ജാതിയില്ല, മതമില്ല. അവർ വന്ന് ഇന്ത്യയിലെ ഭരണാധികാരികളോട് പറയുന്നത് ഈ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ താങ്ങുവിലയ്ക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റുകൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുമ്പോൾ, അവ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജലസേചനത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുമ്പോൾ, അവർക്ക് വേണ്ട വളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയും നമ്മൾ ഓർമ്മിക്കുകയാണ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള ഇന്ത്യ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിമാരെ ഓർമ്മിക്കുന്നു. കാർഷിക മേഖലയെ എല്ലാ കാലത്തും ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രാമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർഷകരെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർഷകരുടെ കടം എഴുതി തള്ളിക്കൊണ്ട് പാവപ്പെട്ട കർഷകരെ നേരെ നിർത്തിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണം നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇപ്പോഴും സമരം നടക്കുകയാണ് ഡൽഹിയിൽ. സമരം നടക്കുമ്പോൾ കർഷകർ പറഞ്ഞില്ല നരേന്ദ്രമോദിയെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ സമരമെന്ന് പറഞ്ഞില്ല. കർഷകർ പറഞ്ഞില്ല അടുത്തത് ഞങ്ങൾക്ക് അധികാരത്തിൽ വരണമെന്ന് അവർ പറഞ്ഞില്ല. അവർ ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്തെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താ? യുദ്ധം ചെയ്യുന്ന സ്ഥലത്തെ പോലെ അവരെ വലിയ ടാങ്കറുകൾ കൊണ്ടുവന്നും അവരുടെ മേൽ കണ്ണീർ വാതകങ്ങൾ പ്രയോഗിച്ചുകൊണ്ടും കർഷകരെ അടിച്ചൊതുക്കിക്കൊണ്ടാണ് ഇന്നത്തെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ആലോചിക്കണം, അവിടെയും കൊന്നു. ഒരു കർഷകന് കുഴഞ്ഞു വീണ് കഴിഞ്ഞ ദിവസം ഈ ഗവൺമെന്റ് കൊലപ്പെടുത്തി. നിരവധിയായിട്ടുള്ള ആളുകൾ, നിരവധി കർഷകർ അവിടെ കുഴഞ്ഞു വീഴുകയാണ്. പക്ഷേ അവരതിൽ നിന്നൊന്നും പിന്നോട്ട് മാറുന്നില്ല. കഴിഞ്ഞ കർഷക സമരം നടന്നപ്പോഴും അവർക്കൊപ്പം നിൽക്കുവാൻ നെഞ്ചു വിരിച്ചുകൊണ്ട് കർഷകരുടെ പ്രശ്നത്തില് സ്വന്തം സുരക്ഷാ ഭീഷണിയെ പോലും വകവയ്ക്കാതെ നേതൃത്വം കൊടുക്കുവാൻ, ഒപ്പം നിൽക്കുവാൻ, ചേർത്ത് നിൽക്കുവാൻ ഇന്ത്യയിൽ ഒരു നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കടന്നുപോയി. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോ എവിടെയും പറഞ്ഞില്ല ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞത് ഈ യാത്ര നടത്തുന്നത് ഇവിടെ വെറുപ്പിന്റെ രാഷ്ട്രീയം മാറ്റാനാണ്, ഇവിടെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി 4000 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് അങ്ങ് കന്യാകുമാരി വരെ എത്തിയത് നമ്മൾ ഓർമ്മിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നടത്തിയത്? അദ്ദേഹം പോയില്ലേ മണിപ്പൂരിലേക്ക് പോകാൻ പോയപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാവരും മണിപ്പൂരിലേക്ക് കയറാൻ പാടില്ല. ബൈരേൻ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് പ്രവേശനമില്ല, രാഹുൽ ഗാന്ധി അവിടേക്ക് കയറണ്ട. 100 കണക്കിന് വരുന്ന ആളുകളെ കൊലപ്പെടുത്തിയിട്ട്, സ്ത്രീകളുടെ മാനം കെടുത്തിയിട്ട്, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട്, പാവപ്പെട്ട കുട്ടികൾക്ക് ആഹാരം പോലും ഇല്ലാതെയാക്കിയിട്ട് അവിടുത്തെ 100 കണക്കിന് വരുന്ന ക്രിസ്തീയ ദേവാലയങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് അതിലൊന്ന് പ്രതിഷേധിക്കാനോ ഒന്ന് പോയി അവരോടൊപ്പം നിൽക്കാനോ തയ്യാറാകാതിരുന്ന ആ ഗവൺമെന്റിനെയും BJPയെയും വിറപ്പിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് ഇന്ത്യയാണെങ്കിൽ ഈ രാജ്യത്തെ ഭരണഘടനയില് വ്യക്തിക്ക് യാത്ര ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അവിടെ പോയി ആളുകളെ കണ്ടു, ആളുകളെ ചേർത്ത് നിർത്തി, അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു.
അവർക്ക് മനസ്സിന് സമാധാനം പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ചെയ്തതല്ലേ നമ്മൾക്കറിയാം. ശ്രീ KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനോടൊപ്പമാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് ചെന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടേക്ക് കടന്നു ചെന്നു, ആശ്വാസവാക്കുകളുമായി കടന്നു ചെന്നു. അവിടെയൊന്നും BJPയെ മാറ്റിക്കൊണ്ട് കോൺഗ്രസിന് അധികാരത്തിൽ വരണമെന്നുള്ള രാഷ്ട്രീയമല്ല അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞത് മുഴുവൻ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഇന്നും രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ ഭയം. ആർക്കാ ഭയം? നരേന്ദ്രമോദിക്ക് ഭയം. അതുപോലെ പിണറായി വിജയനും ഭയം. പിണറായി വിജയനും നരേന്ദ്രമോദിയും എല്ലാവരും പലതരത്തിലൊക്കെ പറയും, ഒരു മുണ്ടെടുത്ത മോദിയാണ് എന്നൊക്കെ പറയും. പക്ഷെ അതിനൊക്കെ അപ്പുറമാണ് അവർ തമ്മിലുള്ള സൗഹൃദം, അതിനൊക്കെ അപ്പുറമാണ് അവർ തമ്മിലുള്ള ബന്ധം. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളും എന്നുള്ളത് പോലെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ പിണറായി വിജയനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാലോ. അവർക്കിപ്പം എന്താണ് ആവശ്യം? കോൺഗ്രസ് മുക്ത ഭാരതമാണ് ആവശ്യം. കോൺഗ്രസ് ഇല്ലാത്ത കേരളമാണ് ആവശ്യം. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതത്തിന് വേണ്ടി, കോൺഗ്രസ് ഇല്ലാത്ത കേരളത്തിന് വേണ്ടി പിണറായി വിജയനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും കൈ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ED എല്ലാ നേതാക്കന്മാരുടെയും വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാ നേതാക്കന്മാരുടെയും, കോൺഗ്രസ് നേതാക്കന്മാരുടെ കർണാടകത്തിലെ നോമിനേഷൻ സമർപ്പിച്ചിരുന്ന അന്നത്തെ അവിടുത്തെ നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥികളുടെ വീട്ടിലേക്ക് ED കയറി ഇറങ്ങുന്നു. അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് സ്വർണ്ണക്കള്ളക്കടത്തു കേസില് സ്വപ്ന സുരേഷ് കോടതിക്ക് മുന്നില് 164 സ്റ്റേറ്റ്മെന്റിലൂടെ കൃത്യമായി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതിനകത്തുള്ള ഇടപാടിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടും EDക്ക് അങ്ങോട്ട് പോകാൻ പേടി. ED പോകുന്നില്ല, ED ചോദ്യം ചെയ്യുന്നില്ല, ED അറസ്റ്റ് ചെയ്യുന്നില്ല. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വന്ന് പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും മുന്നിൽ കരഞ്ഞ് തളർന്നു പോയ ഒട്ടേറെ ആളുകളെ ഞങ്ങൾ രാവിലെ ഇന്ന് കണ്ടതാണ്. അവിടെ വന്ന് നോക്കുമ്പോഴും അവിടെയും പ്രാവിനെ പറത്തി വിടുന്നത് പോലെ ഒരു പാവപ്പെട്ട ഒരു മന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. AC മൊയ്തീൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പച്ചവെള്ളം ചവച്ചരച്ചു കുടിക്കുന്ന AC മൊയ്തീനെ പോലും കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവനെ കട്ടതിന്റെ പേരിൽ ED പിടിക്കുമ്പോഴും അവരെയൊക്കെ ഇന്ന് വളരെ സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് EDയും കേന്ദ്ര ഗവൺമെന്റും. നമ്മൾ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയം അവിടെയാണ്. കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ മതേതരത്വത്തെ തകർക്കുന്നതിന് വേണ്ടി, ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി, ഈ രാഷ്ട്രത്തെ തകർക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ തകർക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയും പിണറായി വിജയനും ഇന്ന് സന്ധി ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ശ്രീ TN പ്രതാപനെ കാണുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് വലുതായി ഇന്ത്യൻ പാർലമെന്റിൽ പോയി തൃശ്ശൂരിന്റെ കാര്യം പറയാൻ കഴിയുമെങ്കിൽ ഇവിടെ വന്ന് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് ഏതെങ്കിലും കുറെ ആളുകളുടെ നല്ല പേരുകൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആരെങ്കിലും ശ്രമിക്കും. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അവർക്കാർക്കും ഇവിടെ സ്ഥാനമില്ല. താഴെ തലത്ത് നിന്നും വളർന്നു വന്ന് ഈ നാടിന്റെ അഭിമാനമായിരിക്കുന്ന TN പ്രതാപനും നല്ല ഭൂരിപക്ഷത്തിൽ കൂടി ജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തീരുമാനവും തൃശ്ശൂരിലെ ജനത എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള വൃത്തികേടുകളാണ് പറയുന്നത്, ഏതെല്ലാം തരത്തിലാണ് ആളുകളെ ആക്ഷേപിക്കുന്നത്. ഓരോ ആളുകളെയും നേതാക്കന്മാരെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇല്ലാ കഥകൾ പറഞ്ഞ് ഗീബൽസ്യൻ തന്ത്രങ്ങൾ ഇറക്കി വിട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ നേതാക്കളെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി ഇന്ന് CPM-ഉം BJP-യും കൈകോർത്തിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളാണ് മാത്രമാണ് അവരുടെ വേദിയെങ്കിൽ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരന്റെ വീട്ടുമുറ്റത്ത് ചെല്ലുന്ന, സാധാരണക്കാരനൊപ്പം ചെല്ലുന്ന, പാവപ്പെട്ടവന്റെ ഒപ്പം നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് BJP-യുടെ അങ്ങനെ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, സംശയമൊന്നും വേണ്ട, ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം നൽകിയെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നരേന്ദ്രമോദിയുടെ NDAയെ തകർത്തടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആദരണീയനായ നമ്മുടെ നേതാവ്, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള, ലോകം കണ്ട മികച്ച ധനകാര്യ വിചക്ഷണന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ P. ചിദംബരം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ്
ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നാം ആലോചിക്കേണ്ടത്, ലോകം മുഴുവൻ സാമ്പത്തിക നില തകരാറിലായപ്പോ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടുള്ള സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ ഈ രാജ്യത്തെ നേരെ നിർത്തിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ശ്രീ പി ചിദംബരത്തെ പോലെയുള്ള ഉജ്ജ്വലരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ലോകരാഷ്ട്രങ്ങളുടെ പോലീസായിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലോക പോലീസായിട്ടുള്ള അമേരിക്ക പോലും സാമ്പത്തിക തകർച്ചയിൽ തകർന്നപ്പോഴ്, ഗൾഫ് രാജ്യങ്ങൾ പോലും തകർന്നടിഞ്ഞപ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു തകർച്ചയുമില്ലാതെ പിടിച്ചു നിന്നെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒബാമ എന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ തകർന്നടിയുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ഇങ്ങനെ നേരെ ചൊവ്വേ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, രാജ്യത്തോട് കൂറുള്ള, രാജ്യത്തോട് സത്യസന്ധതയുള്ള, രാജ്യത്തെ രാജ്യത്തിന്റെ ചരിത്രത്തോട് ബഹുമാനമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ നേതാക്കളൊക്കെ വരാനിരിക്കുന്നു. ആദരണീയനായിട്ടുള്ള ശ്രീ പി ചിദംബരം അവർ ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ നേതാക്കൾ വരും, ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.